ട്രെൻഡായി നിൽക്കുന്ന ഒരു ഫിഷ് ഫ്രൈ കേട്ടോ. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാമേ. നമുക്ക് അതിനാവശ്യമുള്ള സാധനങ്ങൾ, ഫിഷ് വേണം. അപ്പോൾ 1 കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതിന് വേണ്ടത് 1 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, കറിവേപ്പില, പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നീട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ഇതിന് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 3 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇത്രയും സാധനങ്ങൾ നമുക്കിവിടെ അത്യാവശ്യമാണ്. നമുക്കിനി പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ അടുപ്പത്ത് പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. അപ്പോഴേക്കും ഞാനിവിടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും ഞാൻ ചതച്ചിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇതൊക്കെ എടുത്തിടാം കേട്ടോ. കണ്ടോ, നമ്മൾ ഉള്ളിയൊക്കെ ഇട്ടു. ഇനി നമ്മൾ തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു. നമ്മൾ സിമ്മിലിടുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് പാകമായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് പൊടികളൊക്കെ ഇടാം. ഏകദേശം ഉള്ളി പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇത് ഒത്തിരി കരിയാൻ നിൽക്കരുത്. ഒത്തിരി കരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ നമുക്ക് എല്ലാ പൊടികളും ഞാൻ ഒരുമിച്ചാണ് ഇടുന്നത്. ഇനി നമുക്ക് പൊടികളും ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വെളിച്ചെണ്ണ പതുക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഉപ്പും കൂടി ഇടണേ. ഇനി നമുക്കിതിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് ഉപ്പിടുക. അത് കഴിഞ്ഞിട്ട് പുളിവെള്ളം ഒഴിക്കാം. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കുക. ഇപ്പോഴും ഈ സിമ്മിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മുടെ മീൻ ഇതിനകത്തേക്ക് നമുക്ക് പറക്കിയിടാം. കറിവേപ്പില നമ്മൾ ഇടുന്നത് മീനൊക്കെ പറക്കിയിട്ടിട്ട് അതിൻ്റെ മേളിലാണ് ഇടുന്നത് കേട്ടോ. ഇനി നമുക്ക് മീൻ ഓരോന്നായിട്ട് പറക്കിയിടാം. അപ്പോൾ നമുക്ക് കുറച്ച് തീ കൂട്ടിയിട്ട് കൊടുക്കണം. നമ്മളിപ്പോൾ മീനെല്ലാം പറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. 2 സ്ഥലത്തേക്കും ആവണമല്ലോ. മീൻ തിളച്ച് വരുന്നുണ്ട്, കാണാലോ നിങ്ങൾക്ക്. ഞാൻ ഇച്ചിരി കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി എല്ലാം മറച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സിമ്മിലേക്ക് വീണ്ടും വിടണം. അങ്ങനെ പതുക്കെ ഇരുന്ന് വേണം. അപ്പോഴാണ് ആ പുളിയൊക്കെ ഇതിനകത്തേക്ക് പിടിക്കത്തുള്ളൂ. കണ്ടോ, ഇപ്പം ഞാൻ മീനൊക്കെ മറിച്ചിട്ടു, കറിവേപ്പിലയും അതിൻ്റെ മേലിലിട്ടു. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കിയേ. ഇപ്പോൾ തിളയ്ക്കല്ലേ, ഇത് ഒന്നുകൂടെ നമുക്കൊന്ന് തിരിച്ചിടാം. ഇനി നമുക്ക് മൂടി വയ്ക്കരുത്. മൂടി വയ്ക്കാതെ തന്നെ ഈ വെള്ളം വറ്റി കഴിഞ്ഞിട്ട് വേണം നമുക്ക് വാങ്ങാൻ. ഇത് മൊത്തം ഇതിനകത്തൊക്കെ പിടിച്ചിരിക്കും. ഇപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ
ഈ കണ്ടീഷനായിട്ടുണ്ട്. എണ്ണയൊക്കെ പൊങ്ങി മേളിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റി എല്ലാം വെള്ളം പറ്റി നന്നായിട്ട് മീനിലേക്ക് മസാല മൊത്തം പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് വാങ്ങാം. ഒത്തിരി സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ ഫിഷ് പാകമായി വന്നിട്ടുണ്ട്. ഇപ്പം കണ്ടോ, ഫിഷിലേക്ക് എല്ലാ മസാലയും പിടിച്ചു. വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു. നമുക്ക് നമ്മുടെ മസാലയൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതിനകത്തുനിന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കാമേ. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു മേമ്പൊടിയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇച്ചിരി കുരുമുളക് പൊടി വിതറിയാലും നല്ലതാണ്. പക്ഷെ ഞാൻ ഇടുന്നില്ല, കാരണം ഇവിടെ ഒത്തിരി മുളക് പാടില്ലാത്ത കാരണം പിന്നെ ഞാൻ മുളക് കുറച്ച് ഞാൻ കഴിക്കുമ്പോൾ കുറച്ചിടും. പിള്ളേർക്കാവുമ്പോൾ നമുക്ക് പാടുപോലെ എല്ലാത്തിനും പിടിച്ച് ഉണ്ടാവും. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം മസാലയും മീനിലൊക്കെ പിടിച്ചു. ഇനി നമ്മൾ ഒത്തിരി നേരം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മസാല കരിയാൻ തുടങ്ങും. മസാല കരിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല, ഒരു കരിഞ്ഞ ചൊളിയായിരിക്കും. നമുക്കപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. സ്റ്റൗ ഓഫ് ചെയ്യണേ. ചൂടാണ് കണ്ടോ. പുളി, എരിവ് എല്ലാം പാകത്തിനാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.